ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈംസ്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിടാൻ നമ്മുടെ ഡെഡ്പൂൾ 3യുടെ ടീസർ വന്നിട്ടുണ്ട്. സോ വേറെ ലെവലായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ആക്ച്വലി ഇതിൻ്റെ ടൈറ്റിൽ റിവീൽ ആക്കിയിട്ടുണ്ട്. ഡെഡ്പൂൾ 3 എന്നല്ല, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നാണ് ഈ ഒരു മൂവിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടൈറ്റിൽ. ഇനി ഇത് മാറാനൊന്നും ചാൻസ് ഒന്നുമില്ല. ഇതിനു മുമ്പേ ഡെഡ്പൂൾ ആൻഡ് ഫ്രണ്ട് എന്നായിരിക്കും എന്നാണ് ഒരു ടൈറ്റിൽ റൂമർ ഉണ്ടായത്. ബട്ട് അങ്ങനെയല്ല, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ. സോ ഇത് വന്ന് ഡെഡ്പൂളിൻ്റെ മാത്രം മൂവിയല്ല, വൂൾവറിൻ്റെ കൂടെ മൂവിയാണ്. ഇവർ രണ്ടുപേരും പടമാണിത്. അപ്പം ടീസർ എങ്ങനെയുണ്ട് മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാൻ. നേരെ വീഡിയോ കിടക്കാം. ഇപ്പോൾ ടീസറിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഡെഡ്പൂളിനെയാണ് കാണിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ഡെഡ്പൂൾ വന്ന് പുള്ളിയുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അവിടെയായിട്ട് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, പ്രത്യേകിച്ച് വെനീസ ഉണ്ട്. സോ വെനീസ വന്ന് കഴിഞ്ഞ മൂലം മരിക്കാനായിട്ടാണ് കാണിച്ചത്. പിന്നീട് ഡെഡ്പൂൾ ടൈം ട്രാവൽ ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഡെഡ്പൂളിൻ്റെ ടീമിലുള്ള എല്ലാവരും ഉണ്ട്. എക്സ്പോർട്സിൽ ചത്തുപോയ ആൾക്കാരൊക്കെ അവിടെ ഉള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എക്സ്പാൻഡിലുള്ള ചില മെമ്പേഴ്സും ഉണ്ട്. സോ ഈ ഒരു എക്സ്പോർട്സിലുള്ള കുറേ പേര് മരിച്ചിട്ടുണ്ട്. ഡെഡ്പൂൾ ടൈം ട്രാവൽ ചെയ്ത് അവർ പിന്നീട് രക്ഷപ്പെടുത്തിയതാണ്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ ഡെഡ്പൂളാണെങ്കിൽ ഈ ഒരു വിഷ് ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെ വിഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് ഒരു കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. പോയി നോക്കുമ്പോൾ നമ്മുടെ TVA ഏജൻസ് അവിടെ വന്ന് നിൽക്കുകയാണ്. സോ TVA ഏജൻസ് കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് നല്ല ഡീസൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഡെഡ്പൂളാണെങ്കിൽ ആക്ച്വലി അവരെ കണ്ടിട്ട് വലുതായിട്ട് ഷോക്കൊന്നും ആയില്ല. ഡെഡ്പൂൾ നേരെ കഥകളൊക്കെ അടച്ച് അവരുടെ അടുത്ത് ഫൈറ്റിന് വേണ്ടി റെഡി ആവാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ആ ഒരു സമയം ആ ഫൈറ്റിൽ തന്നെ നമ്മുടെ ഡെഡ്പൂളിനെ പിടിച്ചുകൊണ്ട് നേരെ TVയിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇവിടെ ഡെഡ്പൂളിൻ്റെ ആ ഒരു ഫേസ് കാണുമ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് വന്നു. അതായത് ആ ഒരു ഹെയറൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഡെഡ്പൂളിന് ഹെയറൊക്കെ വന്നാൽ എന്ന് ആലോചിച്ച് പോയി. ബട്ട് അതൊക്കെ വിഗായിരുന്നു, അത് കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഇവിടെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്, എന്തിനാണ് TVA വന്ന് ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്തതെന്ന്. സോ ഇതിന് ഉത്തരം മൂവിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഡെഡ്പൂൾ വന്ന് ടൈം ട്രാവൽ പലതവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഓഫ് കോഴ്സ് TVA വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് വേണ്ട. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ TVA ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ ഇവിടെ എനിക്ക് ഡെഡ്പൂളിൻ്റെ അടുത്തായിട്ട് ഒരു ക്യാരക്ടർ പറഞ്ഞുകൊണ്ട് പാരഡോക്സ് എന്നൊരു ക്യാരക്ടറാണ്. ആക്ച്വലി ഇവിടെ വരേണ്ടത് മോബിയസ് ആയിരുന്നു. ബട്ട് മോബിയസ് വന്ന് കഴിഞ്ഞ ലോക്കി സീരീസിൽ പുള്ളിയുടെ പാസ്റ്റ് ലൈഫ് നോക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോബിയസ് ഇപ്പോൾ ഇല്ല. സോ അതുകൊണ്ട് മോബിയസിന് പകരം പുതിയതായിട്ട് വന്ന ക്യാരക്ടറാണ് ഈ ഒരു പാരഡോക്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ ഇദ്ദേഹം ഡെഡ്പൂളിൻ്റെ അടുത്ത് ഇവിടെ സംസാരിക്കാനായിട്ടൊക്കെ കാണിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ ഡെഡ്പൂളാണെങ്കിൽ ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഞാൻ എവിടെയാണ് വന്നത്, ഇതാ നിങ്ങളൊക്കെ ആരാ എന്നൊക്കെ ഡെഡ്പൂൾ ചോദിക്കുന്നുണ്ട്. അതായത് ഡെഡ്പൂളിനും ഈ TVയെ പറ്റി അറിഞ്ഞുകൂടാ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഡെഡ്പൂൾ ഒരു ഫോർത്ത് വാൾ ബ്രേക്കറാണ്. ബട്ട് ഡെഡ്പൂളിനും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വന്ന് ഇനി ലോക്കി സീരീസിന് മുമ്പാണോ അതിന് ശേഷമാണോ നടക്കുന്നതെന്ന് ചില ആൾക്കാർക്ക് ഡൗട്ട് വരാൻ ചാൻസസ്. ബട്ട് എനിക്ക് തോന്നുന്നത് ലോക്കി സീരീസിന് ശേഷം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇവിടെ മോബീസ് ആണല്ലോ വരേണ്ടത്. സോ അതുകൊണ്ട് നമുക്കിത് ഉറപ്പിക്കാം, ലോക്കി സീരീസിന് ശേഷം തന്നെയാണ് ഡെഡ്പൂൾ നടക്കുന്നത്. കാരണം ഇപ്പം TVയുടെ ഫുൾ കൺട്രോളിലുള്ളത് നമ്മുടെ ലോക്കിയാണ്. കാരണം ലോക്കി ഇപ്പം ഗോഡ് ഓഫ് സ്റ്റോറീസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ലോക്കി ആക്ച്വലി എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഡെഡ്പൂളിനെ TVA അറസ്റ്റ് ചെയ്തിട്ടല്ല കൊണ്ടുവന്നത്, ഒരു കൺസൾട്ടൻ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ലോക്കി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലോക്കി അറസ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നത്, കഴുത്തിൽ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ ഡെഡ്പൂളിനെ അറസ്റ്റ് ചെയ്തല്ല കൊണ്ടുവന്നത്. ഡെഡ്പൂളിൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് TV ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് വന്നെങ്കിൽ ഡെഡ്പൂളിൻ്റെ കഴുത്തിൽ ആ ബെൽറ്റ് ഇട്ട് കൊടുത്തേനെ. അപ്പം അറസ്റ്റ് ചെയ്തല്ല ഡെഡ്പൂളിനെ ആക്ച്വലി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അടുത്തൊരു സീനിൽ ഈ ഒരു പാരഡോക്സ് എന്ന ക്യാരക്ടറാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ അടുത്ത് ഈ TVയൊക്കെ കാണിച്ചും കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ MCUയെ പറ്റി കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ MCUവിലുള്ള നമ്മുടെ തോർ റാഗ്നറോക്കും ഏജ് ഓഫ് അൾട്രോണും അതൊക്കെ ഇങ്ങനെ സിനിമ പോലെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഡെഡ്പൂളിന്. സോ ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിലായിരിക്കും നമ്മുടെ ഡെഡ്പൂൾ MCUവിനെ പറ്റി അറിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് തോർ, ക്യാപ്റ്റൻ അമേരിക്ക ഇങ്ങനെയുള്ള ഹീറോസൊക്കെ മറ്റു യൂണിവേഴ്സിലുണ്ടെന്നുള്ള കാര്യം ഡെഡ്പൂൾ ഇവിടെ നിന്നായിരിക്കും മനസ്സിലാക്കുന്നത്. സോ ഇതിനെ തുടർന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ഇനി MCUയിലോട്ട് വരണ ഒരു ആഗ്രഹം വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഇത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഈ ഒരു ഡെഡ്പൂളിലാണെങ്കിൽ ഇവരിങ്ങനെ കൊണ്ടുപോകണമെങ്കിലും, അതായത് ഡെഡ്പൂളിൻ്റെ അടുത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഞാൻ ഒരു വലിയ ഹീറോ ആക്കാം, എല്ലാവരെയും കണിക്കിടില്ല ഹീറോ ആക്കാം എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഡെഡ്പൂൾ ഒരു ഡയലോഗും പറയുന്നുണ്ട്, ഓക്കെ ഞാനാണ് ഇനി മാർവൽ ജീസൻസ് എന്നൊക്കെ പറഞ്ഞ് ഡെഡ്പൂൾ ഹാപ്പി ആയിട്ടാണ് പോണത്. ബട്ട് പിന്നീട് ഈ ഒരു ടീസറിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡെഡ്പൂളും TVA ഏജൻസും തമ്മിൽ ഫൈറ്റ് നടക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഡെഡ്പൂളിനെ കൊണ്ടുവന്നത് ഈ TVA ഏജൻസ് ആണെങ്കിലും ഡെഡ്പൂൾ അവർക്കെതിരെ തന്നെ ആകുന്നുണ്ട്. കാരണം ഈ ഒരു ടീസറിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡെഡ്പൂളിന് ഈ TVA ഏജൻസ് തന്നെ സൂട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡെഡ്പൂളിനെ അവരൊരു ഏജൻറ്റ് പോലെ ആക്കിയാണ് കൊണ്ടുപോകുന്നത്. ബട്ട് പിന്നീട് ഡെഡ്പൂളും ഈ ഒരു TVA ഏജൻസും എന്തിനും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് എന്തിനാണ് ഫൈറ്റ് നടക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൊണ്ട് ചിലപ്പം ഡെഡ്പൂൾ വന്ന് ഞാൻ MCUയിലോട്ട് പോകണു എന്നൊക്കെ പറഞ്ഞ വല്ല ഫൈറ്റ് നടക്കാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഡെഡ്പൂളിനെതിരായിട്ട് തന്നെ TVA ഏജൻസ് മാറുന്നുണ്ട്.
പിന്നെ ഒരു ചെറിയൊരു സീനിലാണെങ്കിൽ കുറച്ച് കാർസൊക്കെ പോകണം നമുക്ക് കാണാൻ പറ്റും ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സ്ഥലത്ത്. അപ്പോൾ അത് ഏകദേശം കാണാൻ ഈ മാഡ് മാക്സ് സ്റ്റൈലിലുണ്ട്, ആ മാഡ് മാക്സ് മൂവി പോലെ ഏകദേശം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആക്ച്വലി മൂവിയിൽ ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല വേറൊരു സീനിൽ ഒരു മൊട്ടത്തലേനെ നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടപ്പം പെട്ടെന്ന് നമ്മുടെ പ്രൊഫസർ എക്സ് പോലെ ഉണ്ട്. സോ അങ്ങനെ ഏറ്റവും ചെറുതായിട്ട് തോന്നുന്നുണ്ട്. സോ ഇതെല്ലാം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ വോയിഡ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസിലാണ് നമ്മൾ ഇതൊക്കെ നടക്കുന്നത്. അതായത് നമ്മൾ ലോക്കി സീരീസിൽ കണ്ട വോയിഡ് ആ ഒരു പ്ലേസിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു സീനിൽ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ എക്സ്മാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഈ ഫയറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സോ ആ ക്യാരക്ടറാണിത്. അതായത് എക്സ്മാനിലുള്ള ചില മെമ്പേഴ്സും ഇതിൽ അപ്പിയർ ആകാൻ തന്നെയാണ് പോണത്. ഓക്കെ, അതുമാത്രമല്ല വേറൊരു സീനിലാണെങ്കിൽ ഒരു ടി വി ഏജൻറ്റ് ആണെങ്കിൽ എന്തോ ഒരു ജീവി പിടിച്ചിട്ട് പോകണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, അത് ആലയത്താണ്. സോ ആലയത്ത് ഇവിടെ ഉണ്ട്. ഓക്കെ, ആലയത്തും വരാൻ പോകുന്നത് കാരണം ലോക്കി സീരീസിൽ ലോക്കിയും സിൽവിയും കൂടെ ചെന്ന് ആലയത്തിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ടാണ് കാണിച്ചത്. ബട്ട് ആലയത്തിൽ ചത്തിട്ടൊന്നുമില്ല, ആലയത്ത് ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, സോ ആലയത്തിന് എങ്ങനെയാണ് ഡെഡ്പൂളൊക്കെ തടയാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു നമ്മുടെ ഡെഡ്പൂളാണെങ്കിൽ ഏതോ ഒരു പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് സൂട്ടൊക്കെ ഇട്ട് പോകുന്ന ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും. സോ അവിടെയാണെങ്കിൽ ഒരു അടുത്തായിട്ട് നമ്മുടെ വൂൾവറിൻ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു മൂവിയിൽ ഡെഡ്പൂൾ വൂൾവറിനെ തേടി പോകുന്ന രീതിയിലും സ്റ്റോറി വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വേറൊരു സീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡെഡ്പൂളും ടി വി ഏജൻസും തമ്മിലൊക്കെ ഉള്ള ഒരു ഫൈറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഡെഡ്പൂളും ടി വി ഏജൻസിനും എന്തിനോ അടി വയ്ക്കുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടെ. ആ ഫൈറ്റൊക്കെ വേറെ ലെവലായിട്ടുണ്ട്, നല്ല ബ്രൂട്ടൽ ഫൈറ്റാണ്. കാരണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു R-rated ഫൈറ്റാണ്, ബ്ലഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുന്നുണ്ട്. സോ പടത്തിൽ ഉറപ്പായിട്ടും നല്ല വയലൻസ് വരാൻ പോവുകയാണ്. അതാലോചിച്ച് ആരും പേടിക്കേണ്ട എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഓസമായിട്ടുള്ളൊരു ഫൈറ്റാണുള്ളത്. സോ അങ്ങനെ നമ്മുടെ ഡെഡ്പൂൾ ഫൈറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡെഡ്പൂളിലെ തന്നെ ഒരാൾ അടിച്ച് പറപ്പിച്ചൊരു മൂലയില്ല, തന്നെ അത് വേറെ ആരുമില്ല, നമ്മുടെ വൂൾവറിനാണ്. സോ വൂൾവറിൻ വന്ന് നമ്മുടെ ഡെഡ്പൂളിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സീനുണ്ട്. വൂൾവറിൻ്റെ ഫേസ് കാണിച്ചില്ല, ജസ്റ്റ് ആ ഷാഡോ മാത്രം ഇങ്ങനെ ഡെഡ്പൂളിന് അടുത്ത് വന്ന് നിൽക്കാനായിട്ട് കാണിച്ചിട്ടാണ് സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഡെഡ്പൂളാണെങ്കിൽ ഒരു കൈതാട എന്ന് പറയുമ്പോൾ നമ്മുടെ വൂൾവറിൻ കൈയല്ലേ, 2 കൈതാടാന്ന് പറഞ്ഞ് അഡമാൻറ്റിയം ഗ്ലോസ് എടുത്തിട്ട് നമ്മുടെ ഡെഡ്പൂളിനെ അറ്റാക്ക് ചെയ്യാൻ പോകാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ വൂൾവറിൻ്റെ ഫേസ് ഈ ടീസറിൽ കാണിച്ചിട്ടില്ല. ബട്ട് മേ ബി ഇനി അടുത്ത് വരാൻ പോകുന്ന ട്രെയിലറിൽ ചിലപ്പോൾ വൂൾവറിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കാണിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. എന്തായാലും ആൾറൗണ്ട് ഈ ഡെഡ്പൂളിൻ്റെ ടീസർ സൂപ്പറായിട്ടുണ്ട്, കിടിലനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. സോ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മാർവൽ റിട്ടേൺ ആയ ഒരു അവസ്ഥയിലാണുള്ളത്. സൂപ്പറായിട്ടുണ്ട്. ആരൊക്കെ ഡെഡ്പൂൾ 3ക്ക് വേണ്ടി വെയിറ്റിംഗ്, അതായത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന് വേണ്ടി ആരൊക്കെയാണ് വെയിറ്റിങ്ങിന് ഉറപ്പായിട്ട് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചില ആദ്യം ബട്ടൺ കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.